ഈ വിമാനത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന VSR ഏവിയേഷന്റെ വിമാനമാണിത്. ഈ ലിയർ ജെറ്റ് 45 ടൈപ്പിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ VT-SSK എന്നതാണ്. ഇന്ന് രാവിലെ 8:45 ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് DGCA ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. DGCA നൽകുന്ന വിവരമനുസരിച്ച് 5 പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ 5 പേരും അജിത് പവാർ ഉൾപ്പെടെ 5 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുന്നത് ഈ അജിത് ഭാര്യ സുനേത്ര പവാർ, അതുപോലെ തന്നെ സുപ്രിയ സുലെ, ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ എന്നിവർ ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ വിമാനം ബാരാമതിയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം ബാരാമതിയിൽ എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പവാർ കുടുംബത്തിന്റെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. DGCA നൽകുന്ന വിവരമനുസരിച്ച് പ്രാഥമികമായി നൽകുന്ന വിവരമനുസരിച്ച് വിമാനത്തിനുണ്ടായിരുന്ന സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ ലിയർ ജെറ്റ് 45 ടൈപ്പിൽപ്പെട്ട ഈ വിമാനത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ ഈ പൈലറ്റ് കണ്ടെത്തിയിരുന്നു. ഈ മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് പോകുന്ന വഴി ചില സാങ്കേതിക പ്രതിസന്ധികൾ രൂപപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ DGCയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനെ തുടർന്നാണ് എമർജൻസി ലാൻഡിങ്ങിലേക്ക് ശ്രമിച്ചത്. അവിടെ വെച്ചാണ് ഒരു ക്രാഷ് ലാൻഡ്, അതായത് എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടയിലാണ് ഈ വിമാനം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അക്ഷയ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന രാജശേഖർ റെഡ്ഡിയുടെ വിമാന അപകടത്തിന് ശേഷം രാഷ്ട്രീയ മേഖലയെ പിടിച്ചു കുലുക്കുന്ന മറ്റൊരു വിമാന അപകടമാണ് ഇപ്പോൾ ഈ ബാരാമതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അജിത് പവാറിന്റെ മരണത്തിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയ പല നേതാക്കളും വലിയൊരു കാരണം തികച്ചും അപ്രതീക്ഷിതമായ ഈ മരണത്തിൽ വലിയ ആശങ്കയാണ് പലരും പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് NCP രാഷ്ട്രീയം, പുലർന്നു നിന്ന 2 NCPകളും ഒന്നാകുമെന്ന സൂചനകൾ അഭ്യൂഹങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ അജിത് പവാറിന്റെ മരണം ഇപ്പോൾ ആകസ്മികമായി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് NCPകൾ ഒന്നാകുന്നു, പവാർ വിഭാഗങ്ങൾ ഒന്നാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ സൂചനകളൊക്കെ പുറത്തു വരുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ്, ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ബാരാമതിയിലാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 5 പേരുടെയും ജീവൻ നഷ്ടമായിരിക്കുകയാണ്. നമ്മൾ അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തവണ പോലും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ലോക്സഭാ അംഗമായി അദ്ദേഹം മത്സരിക്കുന്നു ബാരാമതിയിൽ തന്നെ, പിന്നീട് നിയമസഭാ അംഗമാകുന്നു. അതേ വർഷം 91 തന്നെയാണ് ഈ മത്സരം നടക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ കാലവും അദ്ദേഹം മത്സരിച്ചപ്പോഴൊക്കെയും അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുന്നത്. 91-92 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയുടെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. 92-93 കാലഘട്ടത്തിൽ വൈദ്യുതശക്തി വകുപ്പ് മന്ത്രിയായി. പിന്നീട് 99-2003 കാലഘട്ടത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയായി. 2003-2004 വർഷത്തിൽ സംസ്ഥാന ഗ്രാമവികസന വകുപ്പ് മന്ത്രി. 2004-2008 സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി. അങ്ങനെ നീളുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ജനപ്രതിനിധി എന്ന രീതിയിലുള്ള അജിത് പവാറിന്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും തോറ്റിട്ടില്ല. ഒപ്പം തന്നെ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പോലെ തന്നെ സമർത്ഥനായിരുന്നു അദ്ദേഹം, കരുത്തനായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല.